പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നാണ്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2025 ജനുവരി 27-നാണ് നിർമ്മാണ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര ക്രൂരമായി വെട്ടിക്കൊന്നത്. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, ഇന്നിപ്പോൾ ശിക്ഷ അറിയാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ വധശിക്ഷയൊക്കെ ആണെങ്കിൽ വാദം കേട്ടതിന് ശേഷമേ ജഡ്ജി വിധി പറയാൻ സാധ്യതയുള്ളൂ. ഇന്ന് തന്നെ വിധി പറയാനുള്ള സാധ്യതയുണ്ടോ? കോടതി മുറിക്കുള്ളിൽ ഈ ശിക്ഷാവിധി കേട്ടതിനു ശേഷം, കുറ്റക്കാരനാണ് എന്ന വിധി കേട്ടതിന് ശേഷം ചെന്താമര വളരെ രോഷത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. ചെന്താമര പറഞ്ഞത്, എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോ, ഞാൻ ഗാന്ധിയൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അത്രയും ക്രൂരനായി ഇപ്പോഴും മനംമാറ്റം സംഭവിക്കാത്തയാളാണ്. അപൂർവമായ കൊലപാതകം നടത്തിയ ആളാണ്. ഒരു കൊലപാതകം നടത്തി വീണ്ടും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയ ചെന്താമരയാണ്. പുറത്തുവിട്ടാൽ മനുഷ്യജീവന് തന്നെ അപകടമാണ് എന്ന് ചെന്താമര തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവപര്യന്തമാക്കി കുറയ്ക്കുമോ, വധശിക്ഷയിലേക്ക് എത്തിക്കുമോ, കുട്ടികൾ ആവശ്യപ്പെടുന്നത് പോലെ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വീണ്ടും ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 പരിഗണിക്കുന്നത്. ഏതായാലും എന്താണ് ചെന്താമരയ്ക്ക് ഈ ഇരട്ട കൊലപാതകത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷ എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് അറിയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഈ ശിക്ഷാവിധിക്ക് മുമ്പുള്ള വാദമാണ് കോടതിയിൽ നടക്കുക. ഏതായാലും പ്രോസിക്യൂഷൻ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ഇരട്ട കൊലപാതകത്തിൽ നൽകണമെന്നുള്ള ആവശ്യമാണ് ഉയർത്തുക. നേരത്തെ സജിത കൊലക്കേസിൽ ഇതേ കോടതി, ഇതേ ജഡ്ജ് കെന്നത്ത് ജോർജ് എന്ന് പറയുന്ന ജഡ്ജ് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. അന്ന് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത കേസ് എന്ന് പരിഗണിച്ചുകൊണ്ടായിരുന്നു സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ ഇതാ ഈ സജിത കൊലപാതകത്തിന് ശേഷം പ്രതി ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം, അതും കോടതി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ കോടതി മുമ്പോട്ട് വെച്ചുള്ള ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ച് ഒരു നാട്ടിലേക്ക് എത്തിയാണ് ഈ ചെന്താമര, ഈ കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമര ഈ ഇരട്ട കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ട കൊലപാതകത്തിന് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ ഒരുപക്ഷെ പ്രതിക്ക് ലഭിച്ചേക്കും എന്ന രീതിയിലുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറയുകയും ചെയ്താണ്. കാരണം പ്രതിയോട് തന്നെ കോടതി ചോദിച്ചിരുന്നു, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഈ പ്രതി ആയിട്ടുള്ള ചെന്താമര പറഞ്ഞത്, തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ, തനിക്ക് നേരെ ആരെങ്കിലും വന്നാൽ താൻ ഇനിയും അവരെ വെറുതെ വിടില്ല എന്നൊരു മറുപടിയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിൽ ഇന്ന് ആവർത്തിച്ച് പറയുക. മാത്രമല്ല, പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ചെന്താമര എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് യാതൊരു രീതിയിലും മനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല, അയാൾക്ക് ഒരു കുറ്റബോധവും അയാളിൽ കാണുന്നില്ല എന്നുള്ളതെല്ലാം പ്രൊബേഷൻ ഓഫീസർ ഒരു റിപ്പോർട്ടായി കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയതാണ്. ഏതായാലും ഈ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതായിരിക്കും ഏതായാലും പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ വാദം നടക്കുന്ന സമയത്ത് പ്രതിഭാഗം ഈ കേസ് ഒരിക്കലും ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി പരിഗണിക്കരുത് എന്ന രീതിയിലുള്ള വാദങ്ങൾ നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കോടതിയിൽ ചെന്താമര എന്തുകൊണ്ട് ഇത്തരത്തിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്ന് പ്രതിഭാഗ അഭിഭാഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, പ്രതിക്ക് മാധ്യമങ്ങളോട് വെറുപ്പാണ്, അല്ലാതെ കോടതിയോട് വെറുപ്പില്ല. താൻ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ്, പക്ഷേ എന്നിട്ടും തന്നെ കുറ്റക്കാരനാണെന്ന രീതിക്കാണ് മാധ്യമങ്ങൾ വിചാരണ ചെയ്തത്. അതുതന്നെയാണ് കോടതിയെ സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് പ്രതിയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നുള്ളതായിരുന്നു പ്രതിഭാഗ അഭിഭാഷകൻ ഒരു വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയായി പറയുകയും ചെയ്തത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിക്കും. നിരപരാധിയായിട്ടുള്ള വ്യക്തിയാണ്, അയാൾ കുറ്റക്കാരനാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് അയാൾ തൂക്കിക്കൊന്നോളൂ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. അതല്ലാതെ അയാൾ ഒരിക്കലും ഈ തെറ്റ് കോടതിയിൽ എവിടെയും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, ഈ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളത്. ഈ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര സുധാകരനെയോ അല്ലെങ്കിൽ സുധാകരന്റെ അമ്മയോ കൊലപ്പെടുത്തുന്ന ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ പ്രതിക്ക് നൽകുന്ന ശിക്ഷയിൽ കുറവ് വേണമെന്നില്ല എന്നുള്ളതാണ്. അതെന്തായാലും ചെന്താമര തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പട്ടാപ്പകൽ വെട്ടിക്കൊന്നിട്ട് ആരും കണ്ടിട്ടില്ലെന്നൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ നിൽക്കുമോ? മാത്രമല്ല, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ്, അതും ആ പ്രദേശത്ത് വരാൻ പാടില്ലാത്തയാളാണ്, എന്നിട്ടാണ് വന്ന് കൊന്നുകളഞ്ഞത്. ഏതോ ഒരു ദുർമന്ത്രവാദി ഇരുന്ന് പറഞ്ഞു കൊടുത്തു, നീളമുള്ള തലമുടിയുള്ള അയൽവക്കത്തെ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബജീവിതം തകരുന്നതിൻ്റെ കാരണം, അല്ല മദ്യപിച്ച് വേറെ വഴിക്ക് നടക്കുന്നതല്ല. എന്നിട്ട് അപ്പുറത്ത് നീളമുള്ള തലമുടി ആരുടെയാണെന്ന് നോക്കിയിട്ട് അവരെ പോയി കൊന്നുകളയുക, എന്നിട്ട് അവരുടെ കുടുംബത്തെ മൊത്തം കൊന്നുകളയുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയുള്ളൊരു കക്ഷിയെ പുറത്ത് വിട്ടാൽ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ ജീവന് തന്നെ ഭീഷണിയാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ്, ഞാൻ കൊല്ലും, പുറത്തിറക്കിയാൽ ഞാൻ കൊല്ലും, ഞാൻ ഗാന്ധിയൊന്നുമല്ല എന്നാണ് പറയുന്നത്. കൊല്ലാൻ വേണ്ടി ഇനി മനുഷ്യരെ ഇട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഇങ്ങനെയുള്ള കക്ഷികളെ പിന്നെ നമ്മൾ പൊതുവേ വധശിക്ഷയ്ക്ക് നമ്മൾ എതിരാണ്. ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ഒന്നല്ല. കാരണം എപ്പോഴും ശിക്ഷാ നടപടികൾ ആ മനുഷ്യനെ നവീകരിക്കാനും ആ തെറ്റിൽ നിന്ന് അയാളെ തിരുത്താനും വേണ്ടിയാണ്. കറക്ഷനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? പക്ഷേ
ഇവിടെ ചെന്താമരയുടെ കാര്യത്തിൽ അയാൾ മാറൂല കേട്ടാ. അയാൾ മാറൂല എന്നുള്ളതാണ് ഇന്നലെ വീണ്ടും കോടതിയിൽ അയാൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്.